നമസ്കാരം, KCN വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന സംഭവങ്ങൾ. കാഞ്ഞങ്ങാട് മീനാപ്പീസ് കടപ്പുറത്തെ അഭിലാഷിന്റെ കുടുംബത്തിന് സർക്കാരിന്റെ കൈത്താങ്ങ്. നഗരസഭകളുടെ സംരക്ഷണം ആവശ്യപ്പെട്ട് ജീവനക്കാരുടെ പ്രതിഷേധം. അപകടമൊഴിയാതെ കുഞ്ചത്തൂർ തുമ്മിനാട് ദേശീയപാത, ബൈക്കിടിച്ച് യുവാവ് മരണപ്പെട്ടു. തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിന് തയ്യാറായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ജാഥ സംഘടിപ്പിച്ചു. CPIM കോൺഗ്രസിന്റെ നയങ്ങളെ രഹസ്യമായി പിന്തുണയ്ക്കുകയാണെന്ന് BJP. വാർത്തകൾ വിശദമായി. കാഞ്ഞങ്ങാട് മീനാപ്പീസ് കടപ്പുറത്തെ അഭിലാഷിന്റെ കുടുംബത്തിന് സർക്കാരിന്റെ സഹായഹസ്തം. 10 ലക്ഷം രൂപ നൽകുമെന്ന് മുഖ്യമന്ത്രി DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് CK ശ്രീധരനെ അറിയിച്ചു. KCN ചാനലിന് അനുവദിച്ച പ്രത്യേക അഭിമുഖത്തിലാണ് CK ശ്രീധരൻ ഇക്കാര്യം അറിയിച്ചത്. കാഞ്ഞങ്ങാട് മീനാപ്പീസ് കടപ്പുറത്ത് ദാരുണമായ രീതിയിൽ കൊല ചെയ്യപ്പെട്ട അഭിലാഷിന്റെ കുടുംബത്തിന് 10 ലക്ഷം രൂപ അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് CK ശ്രീധരൻ മുഖ്യമന്ത്രിക്ക് നേരിട്ട് നിവേദനം നൽകിയിരുന്നു. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന അഭിലാഷിന്റെ കുടുംബത്തിന്റെ കഥ മുഖ്യമന്ത്രിയെ വിശദമായി ബോധിപ്പിച്ചത് ഓഗസ്റ്റ് 12-നായിരുന്നു. ബുധനാഴ്ച മന്ത്രിസഭായോഗം ചേർന്നാൽ അനുകൂലമായ തീരുമാനമുണ്ടാകുമെന്ന് മുഖ്യമന്ത്രി ഉറപ്പു നൽകുകയും ചെയ്തതായി CK ശ്രീധരൻ പറഞ്ഞു. ആ നിർധന കുടുംബത്തിന് സാമ്പത്തിക സഹായം നൽകാൻ സംസ്ഥാന ഗവൺമെന്റ് സന്നദ്ധമാകണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടിക്ക് ഈ കഴിഞ്ഞ 12-ാം തീയതി കഴിഞ്ഞ ബുധനാഴ്ച ഞാൻ നേരിൽ കണ്ട് ഒരു നിവേദനം നൽകിയിരുന്നു. ഈ കാര്യത്തിൽ അനുകൂലമായ തീരുമാനം കൈക്കൊള്ളും എന്നും അദ്ദേഹം എന്നെ അറിയിച്ചിരുന്നു. സ്വാഭാവികമായും മത്സ്യത്തൊഴിലാളി കുടുംബത്തിൽപ്പെട്ട ഏറെ സങ്കീർണങ്ങളായിട്ടുള്ള ജീവിത പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം 10 ലക്ഷം രൂപയുടെ സംസ്ഥാന ഗവൺമെന്റ് ധനസഹായം വലിയൊരു ആശ്വാസമായി തീരും എന്ന് ഞാൻ കരുതുകയാണ്. 10 ലക്ഷം രൂപ സാമ്പത്തിക സഹായം അനുവദിക്കുമെന്നാണ് പ്രതീക്ഷയെന്നും CK ശ്രീധരൻ പറഞ്ഞു. KCN ചാനലിന് അനുവദിച്ച പ്രത്യേക അഭിമുഖത്തിലാണ് അദ്ദേഹം ഇക്കാര്യം അറിയിച്ചത്. സർക്കാരുകളുടെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ നഗരസഭാ ജീവനക്കാരുടെ പ്രതിഷേധം. KMCSUവിന്റെ നേതൃത്വത്തിലായിരുന്നു ധർണ സംഘടിപ്പിച്ചത്. ശമ്പള പരിഷ്കരണം ഉടൻ നടപ്പിലാക്കണമെന്നും ആവശ്യം. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ KMCSUവിന്റെ നേതൃത്വത്തിൽ കാസർഗോഡ് നഗരസഭയ്ക്ക് മുൻപിൽ ബുധനാഴ്ച കൂട്ടധർണ സംഘടിപ്പിച്ചു. ധർണ NGO യൂണിയൻ സംസ്ഥാന കമ്മിറ്റി മെമ്പർ VG മാത്യു ഉദ്ഘാടനം ചെയ്തു. രീതിയിലേക്ക് നഗരവികസനം മാറുകയാണ്. അതിന് ഗുണമേന്മ പ്രശ്നമല്ല, അത് ജനങ്ങൾക്ക് എത്രമാത്രം ക്ഷേമവും സൗകര്യവും ഉണ്ടാക്കുന്നു എന്നുള്ളത് പ്രശ്നമല്ല, തങ്ങളുടെ കീശയിലേക്ക് കിട്ടാണത് ലഭിക്കണമെന്നുള്ള ഒറ്റ അജണ്ട മാത്രമാണ്. അതോടൊപ്പം തന്നെ വികസനത്തിന്റെ ഭാഗമായി സംസ്ഥാനത്ത് എല്ലാവരെയും ഒരുപോലെ കാണുന്ന ആ കാഴ്ചപ്പാട് മാറുകയാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കുള്ള വിഹിതം വെട്ടിക്കുറയ്ക്കുന്നത്. PK നാരായണൻ അധ്യക്ഷത വഹിച്ചു. നഗരസഭകളെ സംരക്ഷിക്കുക, ശമ്പളവും പെൻഷനും നൽകുന്നതിനുള്ള ഉത്തരവാദിത്തം സർക്കാർ നിർവഹിക്കുക, തദ്ദേശ സ്വയംഭരണ പൊതു സർവീസ് പ്രാവർത്തികമാക്കുക, ശമ്പള പരിഷ്കരണ ഉത്തരവിലെ പ്രതിലോമകരമായ നിർദ്ദേശങ്ങൾ തള്ളിക്കളയുക, ശമ്പള പരിഷ്കരണം ഉടൻ നടപ്പിലാക്കുക, നഗരകാര്യ ഡയറക്ടറേറ്റിന്റെ കെടുകാര്യസ്ഥത അവസാനിപ്പിക്കുക, വിലക്കയറ്റം തടയുക, വർഗീയതയെ തടയുക, മതനിരപേക്ഷത ഉയർത്തിപ്പിടിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് നഗരസഭാ ജീവനക്കാർ കൂട്ടധർണ നടത്തിയത്. KMCSU ജില്ലാ സെക്രട്ടറി A പ്രദീപ്, രാജേഷ് VV എന്നിവർ അഭിവാദ്യം ചെയ്ത് സംസാരിച്ചു. കുഞ്ചത്തൂർ തുമ്മിനാടിൽ ബൈക്ക് അപകടം. വഴിയാത്രക്കാരനായ യുവാവ് മരിച്ചു. ഹിൽടോപ്പ് നഗറിലെ ഇംതിയാസ് ആണ് മരിച്ചത്. ചൊവ്വാഴ്ച രാത്രിയായിരുന്നു അപകടം. ബൈക്കിടിച്ച് വഴിയാത്രക്കാരനായ യുവാവ് മരിച്ചു. അപകടത്തിൽ ബൈക്ക് മറിഞ്ഞ് യാത്രക്കാരായ 2 പേർക്കും പരിക്കേറ്റു. കുഞ്ചത്തൂർ തുമ്മിനാട് കട്ടയിലെ പഴയ RTO ഓഫീസിനടുത്താണ് അപകടം. തുമ്മിനാട് ഹിൽടോപ്പ് നഗറിൽ താമസിക്കുന്ന അബൂബക്കർ ഫാത്തിമ ദമ്പതികളുടെ മകനായ ഇംതിയാസ് ആണ് മരിച്ചത്. ചൊവ്വാഴ്ച രാത്രി വീട്ടിലേക്ക് നടന്നു പോകുമ്പോൾ റോഡ് മുറിച്ചു കടക്കുന്നതിനിടയിലാണ് ബൈക്ക് വന്നിടിച്ചത്. ഇടിയുടെ ആഘാതത്തിൽ റോഡിലേക്ക് തലയിടിച്ചു വീണ് ഗുരുതര പരിക്കേറ്റ ഇംതിയാസിനെ ഉടൻ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയെങ്കിലും വഴിമധ്യേ മരിച്ചു. അപകടത്തിൽ ബൈക്ക് മറിഞ്ഞു വീണ മഞ്ചേശ്വരം സ്വദേശികളായ ബെനാഡി, കിരൺ, സന്ദേശ് എന്നീ യാത്രക്കാരെ പരിക്കുകളോടെ മംഗലാപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വികസനവും കരുതലും എന്ന മുദ്രാവാക്യമുയർത്തി സംഘടിപ്പിച്ച കോൺഗ്രസ് ജാഥകൾക്ക് വിവിധ കേന്ദ്രങ്ങളിൽ ഉജ്ജ്വല സ്വീകരണം. തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് ആശങ്കപ്പെടാനൊന്നുമില്ലെന്ന് നേതാക്കൾ. കോൺഗ്രസിന്റെയും ഐക്യമുന്നണിയുടെയും കാലിക പ്രസക്തി ജനങ്ങൾ തിരിച്ചറിഞ്ഞു തുടങ്ങിയെന്ന ജനപക്ഷയാത്രയ്ക്ക് നൽകിയ സ്വീകരണയോഗങ്ങളിൽ പ്രമുഖ നേതാക്കൾ അഭിപ്രായപ്പെട്ടു. കോൺഗ്രസ് വലിയപറമ്പ് മണ്ഡലം കമ്മിറ്റിയുടെ പദയാത്ര വലിയപറമ്പിൽ നിന്ന് ആരംഭിച്ച് മാവിലക്കടപ്പുറത്ത് സമാപിച്ചു.
OK വിജയന്റെ അധ്യക്ഷതയിൽ DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് CK ശ്രീധരൻ ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞൊരു വർഷമായി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ഭരണം കേന്ദ്രത്തിൽ അധികാരത്തിൽ വന്ന ശേഷം ഏതാണ്ട് 1000-ഓളം വർഗീയ കലാപങ്ങൾ വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ നടന്നു എന്നുള്ള ഏറ്റവും ദുഃഖകരമായ ഒരു രാഷ്ട്രീയ സാഹചര്യം നാം കാണുന്നു. ഈ വർദ്ധിച്ച തോതിലുള്ള വർഗീയ ആക്രമണങ്ങൾ, കലാപങ്ങൾ ഈ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് കേന്ദ്രത്തിൽ അധികാരത്തിലിരിക്കുന്ന BJP സർക്കാരിന്റെ തണലിലാണ് എന്ന് പറയാതെ വയ്യ. P. കുഞ്ഞിക്കണ്ണൻ, KP ഗംഗാധരൻ, M. അബ്ദുൽ സലാം, സലാം പള്ളിക്കണ്ടം തുടങ്ങിയവർ സംസാരിച്ചു. നീലേശ്വരം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചിറപ്പുറത്ത് നിന്നും പര്യടനം ആരംഭിച്ച പദയാത്ര വിവിധ കേന്ദ്രങ്ങളിലെ സ്വീകരണത്തിന് ശേഷം മാർക്കറ്റ് ജംഗ്ഷനിൽ സമാപിച്ചു. P. രാമചന്ദ്രന്റെ അധ്യക്ഷതയിൽ DCC ജനറൽ സെക്രട്ടറി മാമുൻ വിജയൻ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ബാലകൃഷ്ണൻ പെരിയ മുഖ്യപ്രഭാഷണം നടത്തി. കോൺഗ്രസിന്റെ ദുർഭരണത്തിനെതിരെ ജനങ്ങൾ ഒന്നിക്കണമെന്ന് BJP സംസ്ഥാന സമിതി അംഗം NP രാധാകൃഷ്ണൻ. CPIM കോൺഗ്രസിന്റെ നയങ്ങളെ രഹസ്യമായി പിന്തുണയ്ക്കുകയാണെന്നും അദ്ദേഹം നീലേശ്വരത്ത് പറഞ്ഞു. ഇന്ത്യയിലെ മുസ്ലിങ്ങൾ ന്യൂനപക്ഷമാണ്, അവരുടെ നിങ്ങൾ ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്നു, അതുകൊണ്ട് അവിടുത്തെ ന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കാൻ നിങ്ങൾക്ക് ബാധ്യതയുണ്ട് എന്ന് അന്ന് പറഞ്ഞു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും, 48% ഹിന്ദു ചുരുങ്ങിയിട്ടുണ്ട്. 15 വർഷം കഴിഞ്ഞാൽ ഹിന്ദു ന്യൂനപക്ഷമായി മുസ്ലിങ്ങളുടെ പിന്നിൽ പോകും. മൗദൂദിയുടെ വാക്കുകൾ അതുപോലെ നടപ്പിലാക്കിയാൽ നമ്മുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കും. ഇപ്പൊ മുസ്ലിം ന്യൂനപക്ഷത്തെ സംരക്ഷിക്കണമെന്ന് പറഞ്ഞു വന്ന് അവർ ഭൂരിപക്ഷമാവുന്നു. നാളെ ന്യൂനപക്ഷമായാൽ അവർ പറയും ഞങ്ങൾ ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്നില്ല. അതല്ലേ മൗദൂദിയൻ ചിന്തകളാണ് നടപ്പിലാക്കുന്നതല്ലോ. തദ്ദേശ ഭരണ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി പാർട്ടി പ്രവർത്തകരെ സജ്ജമാക്കുന്നതിന് BJP ഊർജിതമായ നീക്കം തുടങ്ങി. CPMന്റെ ചുവപ്പുകോട്ടകളിൽ പാർട്ടി പ്രവർത്തനം വ്യാപിപ്പിക്കാനും കോൺഗ്രസിന്റെ പരമ്പരാഗത വോട്ടുകളിൽ വിള്ളൽ വീഴ്ത്താനുമാണ് ശ്രമം. PV സുകുമാരന്റെ അധ്യക്ഷതയിൽ രാജാസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന ചടങ്ങിൽ ജില്ലാ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ശ്രീകാന്ത്, T. രാധാകൃഷ്ണൻ, വെങ്ങാട്ട് കുഞ്ഞിരാമൻ, AK ചന്ദ്രൻ, PV വിജയകുമാർ, ഉമേശൻ വട്ടപ്പോയിൽ എന്നിവരും സംബന്ധിച്ചു. ബന്ധുവീട്ടിൽ യുവതിയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. മഞ്ചേശ്വരം കുഞ്ചത്തൂരായിരുന്നു സംഭവം. മംഗലാപുരം കോടിക്കൽ സ്വദേശിനി സന്ധ്യയെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഒരാഴ്ച മുൻപ് ബന്ധുവീട്ടിലെത്തിയ യുവതിയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. മംഗലാപുരം കോടിക്കൽ ബാബുജി നഗറിൽ താമസിക്കുന്ന പരേതനായ കുഞ്ഞിക്കണ്ണന്റെ മകൾ സന്ധ്യയെയാണ് ഇളയമ്മയുടെ വീട്ടിൽ ഇന്നലെ വൈകിട്ട് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. അംഗനവാടി ജീവനക്കാരിയായ ഇളയമ്മ ചന്ദ്രാവതി ചൊവ്വാഴ്ച രാവിലെ ജോലിക്ക് പോയിരുന്നു. ചന്ദ്രാവതിയുടെ ഭർത്താവും സ്ഥലത്തില്ലായിരുന്നു. വൈകുന്നേരം ചന്ദ്രാവതി വീട്ടിൽ തിരിച്ചെത്തിയപ്പോഴാണ് വീട് അകത്തുനിന്നും പൂട്ടിയ നിലയിൽ കണ്ടെത്തിയത്. പല പ്രാവശ്യം വിളിച്ചു നോക്കിയിട്ടും അനക്കമില്ലാതായപ്പോൾ ഇളയമ്മ തൊട്ടടുത്ത വീട്ടുകാരോട് കാര്യം പറഞ്ഞു. നാട്ടുകാരെത്തി അകത്ത് കടന്നപ്പോഴാണ് മുറിയിൽ ചുരിദാർ ഷോൾ ഫാനിൽ കെട്ടിത്തൂങ്ങി മരിച്ച നിലയിൽ സന്ധ്യയെ കണ്ടെത്തിയത്. മഞ്ചേശ്വരം പോലീസ് സ്ഥലത്തെത്തി മൃതദേഹം ഇൻക്വസ്റ്റ് നടത്തി. ചിങ്ങപ്പിറവിയോടെ ഓണം വിപണന മേളകൾക്കും തുടക്കമായി. നീലേശ്വരം നഗരത്തിൽ ദിനേശിന്റെ ഓണം വിപണന മേള ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് TV ഗോവിന്ദൻ ഉദ്ഘാടനം ചെയ്തു. ഏഷ്യയിലെ തന്നെ വലിയൊരു സ്ഥാപനമായിട്ട് മാറ്റാൻ കഴിഞ്ഞ ആ സ്ഥാപനം, അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ള നിരവധി ആളുകൾ, മൺമറഞ്ഞു പോയവരും ജീവിക്കുന്നവരുമായിട്ടുള്ള മൊത്തം ആളുകൾ, അവരെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് നീലേശ്വരം നഗരഹൃദയത്തിലെ തിരക്കിൽ നിന്ന് മാറി കോൺവെന്റ് പരിസരത്താണ് ദിനേശിന്റെ ഓണം വിപണനമേള ആരംഭിച്ചത്. ദിനേശ് ഉൽപ്പന്നങ്ങളായ കറി പൗഡർ, തേങ്ങാപ്പാൽ, പായസക്കിറ്റ്, ദിനേശ് കുടകൾ, വിവിധതരം തുണിത്തരങ്ങൾ എന്നിവ മിതമായ നിരക്കിൽ ഇവിടെ ലഭ്യമാക്കിയിട്ടുണ്ട്. കേന്ദ്ര സംഘം ഡയറക്ടർ K. ബാലകൃഷ്ണൻ ആദ്യ വിൽപ്പന നിർവഹിച്ചു. K. കുഞ്ഞികൃഷ്ണന്റെ അധ്യക്ഷതയിൽ KP നാരായണൻ, KP രവീന്ദ്രൻ, M. രാധാകൃഷ്ണൻ നായർ, TG ഉണ്ണികൃഷ്ണൻ എന്നിവരും സംസാരിച്ചു. പാരമ്പര്യത്തിന്റെ പ്രൗഢിയും വിശ്വാസത്തിന്റെ വിശുദ്ധിയും ഒത്തുചേരുന്ന അപൂർവവേള. പരപ്പ തളി ക്ഷേത്രത്തിൽ നടന്ന നിറമഹോത്സവം ഭക്തർക്ക് സായുജ്യമായി. ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ നാമജപഘോഷങ്ങളുടെ അകമ്പടിയോടെ മേൽശാന്തി ബ്രഹ്മശ്രീ VN രാജേഷ് നമ്പൂതിരിയുടെ നേതൃത്വത്തിലാണ് സവിശേഷ ചടങ്ങുകൾ നടന്നത്. കർക്കിടക മാസം 31 രാവിലെ 8:30 വരെയുള്ള ശുഭമുഹൂർത്തത്തിലാണ് വിശേഷാൽ പൂജാവിധികളോടെ നിറമഹോത്സവം നടന്നത്. ധനധാന്യ സമൃദ്ധിക്ക് വേണ്ടി ഗ്രാമത്തിലെ കർഷക സമൂഹം പാരമ്പര്യമായി അനുവർത്തിച്ചു പോരുന്ന ഒരു ഉപചാരമാണ് നിറ. പ്രകൃതിയിലെ വ്യത്യസ്തങ്ങളായ സസ്യലതാദികൾ ആല് മുതൽ പൈലുവള്ളി വരെ ക്രമമായി അടുക്കി നെൽക്കതിർ അതിൽ കെട്ടി ദേവന് സമർപ്പിച്ച് പൂജിച്ച ശേഷം ക്ഷേത്രത്തിലും വീടുകളിലും കെട്ടിയാണ് നിറമഹോത്സവം ആഘോഷിക്കുന്നത്. നിറമഹോത്സവത്തിന്റെ ഭാഗമായി തളിയിൽ പുരുഷ സ്വയം സഹായ സംഘത്തിന്റെ നേതൃത്വത്തിൽ ക്ഷേത്ര പരിസരം ശുചീകരിച്ചു. NGO അസോസിയേഷൻ വിദ്യാനഗർ ബ്രാഞ്ച് സമ്മേളനം സമാപിച്ചു. ചൊവ്വാഴ്ചയായിരുന്നു സമ്മേളനം. ചിന്മയ തേജസ് ഓഡിറ്റോറിയത്തിലായിരുന്നു പരിപാടി. കേരള NGO അസോസിയേഷന്റെ വിദ്യാനഗർ ബ്രാഞ്ച് സമ്മേളനം ചിന്മയ തേജസ് ഓഡിറ്റോറിയത്തിൽ നടന്നു.
ചൊവ്വാഴ്ച നടന്ന സമ്മേളനം NGO അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി കെ മാത്യു ഉദ്ഘാടനം ചെയ്തു. കേരള NGO അസോസിയേഷൻ എന്ന് പറയുന്ന കേരളത്തിലെ 14 ജില്ലകളിലായി പഠനവൽക്കരിച്ച് സർക്കാർ ജീവനക്കാരുടെ ഇടയിൽ പഠനവൽക്കരിക്കുന്ന ഈ സംഘടന ഇതിലെ ഓരോ അംഗങ്ങളും തമ്മിലുള്ള അഭേദ്യമായ ബന്ധം അരക്കിട്ടുറപ്പിച്ച് ആണ് നമ്മൾ മുന്നോട്ട് കൊണ്ടുവരിക്കുന്നത്. ആ ബന്ധത്തിന്റെ ഊഷ്മളത നിലനിർത്തുന്നു എന്നുള്ളതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ സ്വീകാര്യത എന്നാണ് എനിക്ക് തോന്നുന്നത്. 41 വർഷക്കാലത്തെ നമ്മുടെ പ്രവർത്തനം കൊണ്ട് നമ്മൾ നേടിയെടുത്തതും ഇനിയുള്ള പ്രവർത്തനങ്ങൾ കൊണ്ട് നേടാനിരിക്കുന്നതുമെല്ലാം സർക്കാർ ജീവനക്കാരുടെ ഇടയിൽ സ്വീകാര്യത വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. AT ശശി അധ്യക്ഷനായി. കേരളത്തിലെ ജനാധിപത്യ വിശ്വാസികളായ സർക്കാർ ജീവനക്കാരുടെ അവകാശ സമര പോരാട്ടങ്ങൾക്ക് നേതൃത്വം നൽകിയ NGO അസോസിയേഷന്റെ 41ാം സംസ്ഥാന സമ്മേളനത്തിന്റെ മുന്നോടിയായി നടക്കുന്ന ബ്രാഞ്ച് സമ്മേളനമാണ് വിദ്യാനഗറിൽ നടന്നത്. PV രമേശൻ, AV രാജഗോപാലൻ, KC സുജിത് കുമാർ, KV ഭക്തവത്സരൻ, MB കുഞ്ഞിമൊയ്തീൻ, PV സുകുമാരൻ, സുരേഷ് പെരിയങ്ങാനം, PV ദാമോദരൻ, MT പ്രസീത, K മുരളീധരൻ നായർ എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു. തുടർന്ന് നടന്ന പ്രതിനിധി സമ്മേളനം NGO അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് V ദാമോദരൻ ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ സബ്സിഡിയോടെ അനർട്ട് നടപ്പിലാക്കുന്ന സൗരോർജ്ജ ഉൽപാദന സംവിധാനം, ബയോഗ്യാസ് പ്ലാന്റ് നിർമ്മാണം എന്നിവ സംബന്ധിച്ചുള്ള ബോധവൽക്കരണ പരിപാടി ഓഗസ്റ്റ് 21-ന് കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡിന്റെ എതിർവശത്തുള്ള ബിഗ് ബസാർ ഹാളിൽ NA നെല്ലിക്കുന്ന് MLA ഉദ്ഘാടനം ചെയ്യും. കാസർഗോഡ് ഡയറ്റിന്റെ ആഭിമുഖ്യത്തിൽ ശില്പശാലയും അധ്യാപക പരിശീലനവും സംഘടിപ്പിച്ചു. ഉപജില്ലാ പ്രവൃത്തി പരിചയ ക്ലബ്ബാണ് പരിശീലനം സംഘടിപ്പിച്ചത്. ബുധനാഴ്ചയായിരുന്നു പരിപാടി. കാസർഗോഡ് ഡയറ്റിന്റെ ആഭിമുഖ്യത്തിൽ കാസർഗോഡ് ഉപജില്ലാ പ്രവൃത്തി പരിചയ ക്ലബ്ബ് അസോസിയേഷൻ ബുധനാഴ്ച ഏകദിന പ്രവൃത്തി പരിചയ ശില്പശാലയും അധ്യാപക പരിശീലനവും മായിപ്പാടിയിൽ സംഘടിപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PP ശ്യാമളാദേവി ഉദ്ഘാടനം ചെയ്തു. നമുക്കറിയുന്നതുപോലെ 5 വർഷത്തെ കാര്യങ്ങൾ സമയബന്ധിതമായി നിങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ട് ഓരോ വർഷവും നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളും അതിനെ മികവുറ്റതാക്കിക്കൊണ്ട് ഏതൊക്കെ രീതിയിൽ മെച്ചപ്പെടുത്തിയെടുക്കാം എന്നുള്ളതും ഡയറ്റിന്റെ നേതൃത്വത്തിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ പരിശീലനം ലഭിക്കുകയാണ്. നമ്മുടെ ജില്ലയിൽ വളരെ അഭിമാനത്തോടുകൂടി തന്നെ പറയാം, ഡയറ്റ് നടത്തുന്ന പ്രവർത്തനങ്ങൾ നമ്മുടെ സംസ്ഥാനത്ത് തന്നെ മാതൃകയായിട്ടുള്ള ഒട്ടനവധി പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ ഡയറ്റിന്റെ പരിചയസമ്പന്നരായ വളരെ പുരോഗമനപരമായി ചിന്തിക്കുന്ന ഫാക്കൽറ്റീസിനെ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് സാധിക്കുന്നു എന്നത് തന്നെ നിങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവും. കഴിഞ്ഞ വർഷത്തെ 2-3 പരിപാടികൾ ഡയറ്റിന്റെ പരിപാടി തന്നെയാണ് വിദ്യാഭ്യാസ വകുപ്പ് ഏറ്റെടുത്തുകൊണ്ട് നമ്മുടെ സംസ്ഥാനത്ത് തന്നെ മാതൃകയാവുന്ന. കാസർഗോഡ് ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ P രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. ഡയറ്റ് ലെക്ചറർ MV ഗംഗാധരൻ ക്ലാസ് എടുത്തു. കാസർഗോഡ് ഉപജില്ലാ സെക്രട്ടറി PT ബെന്നി സ്വാഗതവും ജോയിന്റ് സെക്രട്ടറി നന്ദിനി MC നന്ദിയും പറഞ്ഞു. കാസർഗോഡ് GUP സ്കൂൾ ഹെഡ് മിസ്ട്രസ് സരോജിനി K മധു, K ഭാർഗവിക്കുട്ടി എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. അമൃതം ന്യൂട്രിമിക്സ് കൺസോർഷ്യം ഭാരവാഹികളുടെ സംസ്ഥാനതല സംഗമവും കുടുംബശ്രീ വാർഷികവും ആഘോഷിച്ചു. മുനിസിപ്പൽ കോൺഫറൻസ് ഹാളിലായിരുന്നു പരിപാടി. വിവിധ വിഷയങ്ങളിൽ സെമിനാറും സംഘടിപ്പിച്ചു. അമൃതം ന്യൂട്രിമിക്സ് കൺസോർഷ്യം ഭാരവാഹികളുടെ സംസ്ഥാനതല സംഗമവും കുടുംബശ്രീ 17ാം വാർഷികാഘോഷവും ചൊവ്വാഴ്ച മുനിസിപ്പൽ കോൺഫറൻസ് ഹാളിൽ നടന്നു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PP ശ്യാമളാദേവി ഉദ്ഘാടനം ചെയ്തു. ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായിരുന്നു കാസർഗോഡ് ജില്ലയിലെ സഫലം കശുവണ്ടി സംസ്കരണ യൂണിറ്റ്. കുറച്ചുകൂടി മെച്ചപ്പെടുത്തിക്കൊണ്ട് എക്സ്പോർട്ടിംഗ് സംവിധാനത്തോടു കൂടി ആ യൂണിറ്റിനെ മെച്ചപ്പെടുത്തുകയാണെങ്കിൽ നമുക്ക് നല്ല ഒരു മാതൃകാപരമായ പ്രവർത്തനം തന്നെ എന്ന രീതിയിൽ അതിനെ കൊണ്ടുപോകാൻ വേണ്ടി സാധിക്കും. ഇപ്പോഴുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം മാർക്കറ്റ് കണ്ടെത്തുക എന്നുള്ളത് തന്നെയാണ്. അതിന് കുറെ കൂടി വിപുലമായ സംവിധാനങ്ങൾ വേണം. അങ്ങനെ ഒട്ടനവധി പ്രവർത്തനങ്ങൾ മാതൃകാപരമായി ഓരോ ജില്ലയ്ക്കും എടുത്തു പറയാനുണ്ട് എന്നുള്ളതും എന്താണ് കുടുംബശ്രീയുടെ തുടക്കത്തിൽ ലക്ഷ്യമിട്ടിരുന്നത് അത് പൂർണ്ണമായ അർത്ഥത്തിലേക്ക് എത്തുന്നു. ഈ 17 വർഷം കഴിയുമ്പോൾ അതിന് മുമ്പ് തന്നെ ആ ലക്ഷ്യം കൈവരിച്ച് കഴിഞ്ഞിരിക്കുന്നു എന്നതിന്റെ സൂചകങ്ങളാണ് ഇവിടെ നമ്മൾ ഇന്ന് അഭിമാനത്തോടു കൂടി ഈ യോഗത്തിലടക്കം പങ്കെടുക്കാൻ നമുക്ക് സാധിക്കുന്നത് എന്നതാണ് എടുത്തു പറയേണ്ട കാര്യം. അഡ്വക്കേറ്റ് NA ഖാലിദ് അധ്യക്ഷത വഹിച്ചു. അമൃതം ന്യൂട്രിമിക്സ് വികസിപ്പിച്ചെടുത്ത കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രത്തിലെ ചീഫ് ടെക്നിക്കൽ ഓഫീസറും ശാസ്ത്രജ്ഞനുമായ ഡോക്ടർ നിലോഫർ ഇല്യാസ് കുട്ടിയെ ചടങ്ങിൽ ആദരിച്ചു. ആദരിക്കൽ ചടങ്ങ് കളക്ടർ PS മുഹമ്മദ് സഗീർ ഉദ്ഘാടനം ചെയ്തു. TE അബ്ദുള്ള, മുംതാസ് ഷുക്കൂർ, താഹിറ സത്താർ, RP പത്മകുമാർ, M ഗോവിന്ദൻ, VK പ്രദീപ് കുമാർ, ഷാഹുൽ ഹമീദ്, ഷമീന PN, ഓമന V എന്നിവർ സംസാരിച്ചു. വിവിധ വിഷയങ്ങളെ ആസ്പദമാക്കി സെമിനാറുകളും സംഘടിപ്പിച്ചു.
തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടക്കാനിരിക്കുന്ന തിരഞ്ഞെടുപ്പിൽ ഉപയോഗിക്കുന്ന ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ പരിചയപ്പെടുത്തുന്നതിനായി മഞ്ചേശ്വരം പഞ്ചായത്തിൽ നാളെ മോക്ക് പോൾ നടത്തുന്നു. രാവിലെ 11 മണി മുതൽ ഉച്ചയ്ക്ക് 2 മണി വരെ മഞ്ചേശ്വരം റെയിൽവേ സ്റ്റേഷന് സമീപത്തുള്ള മേഴ്സി കൺവെൻഷൻ ഹാളിലാണ് പരിപാടി. ബസ് ജീവനക്കാരുടെ വിദ്യാർത്ഥി വിരുദ്ധ നിലപാടിൽ SFIയുടെ പ്രതിഷേധം. SFI കാഞ്ഞങ്ങാട് ഏരിയ കമ്മിറ്റി യാത്രാ അവകാശ സംരക്ഷണ ജാഥ സംഘടിപ്പിച്ചു. ബസ് ജീവനക്കാർ വിദ്യാർത്ഥികളോട് അനീതി കാട്ടുന്നതായി ആരോപിച്ചാണ് SFI കാഞ്ഞങ്ങാട് ഏരിയ കമ്മിറ്റി യാത്രാവകാശ സംരക്ഷണ ജാഥ സംഘടിപ്പിച്ചത്. രാവണേശ്വരം ഹയർ സെക്കൻഡറി സ്കൂൾ പരിസരത്ത് നിന്നും ആരംഭിച്ച യാത്ര കാഞ്ഞങ്ങാട് സമാപിച്ചു. വിവിധ കേന്ദ്രങ്ങളിൽ നിന്നും വിദ്യാർത്ഥികളെ കയറ്റിയാണ് SFI പ്രതിഷേധം അറിയിച്ചത്. കാഞ്ഞങ്ങാട് നടന്ന സമാപന യോഗം SFI ജില്ലാ സെക്രട്ടറി രജീഷ് വെള്ളാട്ട് ഉദ്ഘാടനം ചെയ്തു. കേരളത്തിലെ SFI നേതൃത്വത്തിൽ ഇന്നലെയും ഇന്നുമായി എല്ലാ ഏരിയ തലങ്ങളിലും യാത്രാവകാശം സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ജനകീയ ഇടപെടലിന് SFI നേതൃത്വം കൊടുക്കുകയാണ്. കേരളത്തിന്റെ വിദ്യാഭ്യാസ സംവിധാനത്തിൽ നിരവധിയായ പ്രക്ഷോഭങ്ങളിലൂടെയും സമരങ്ങളിലൂടെയെല്ലാം നാം നേടിയെടുത്ത യാത്രാവകാശമെന്ന വിദ്യാർത്ഥികളുടെ ജനാധിപത്യപരമായ മൗലികാവകാശത്തെ കവർന്നെടുക്കുന്നതിന് വേണ്ടി നമ്മുടെ നാട്ടിലെ അധികാരികളും ബസ് ഉടമകളുമെല്ലാം സംഘടിതമായ നീക്കം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് ഇങ്ങനെ വേറിട്ടൊരു സമരത്തിന് പ്രക്ഷോഭത്തിന് കേരളത്തിൽ SFIക്ക് നേതൃത്വം കൊടുക്കേണ്ടി വരുന്നു. കെ വിദ്യാധരൻ, അജേഷ്, വൈശാഖ് ശോഭനൻ, കെ മഹേഷ് എന്നിവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കാഞ്ഞങ്ങാട് മീനാപ്പീസ് കടപ്പുറത്തെ അഭിലാഷിന്റെ കുടുംബത്തിന് സർക്കാരിന്റെ കൈത്താങ്ങ്. നഗരസഭകളുടെ സംരക്ഷണം ആവശ്യപ്പെട്ട് ജീവനക്കാരുടെ പ്രതിഷേധം. അപകടമൊഴിയാതെ കുഞ്ചത്തൂർ തുമ്മിനാട് ദേശീയപാത, ബൈക്കിടിച്ച് യുവാവ് മരണപ്പെട്ടു. തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിന് തയ്യാറായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ജാഥ സംഘടിപ്പിച്ചു. CPIM കോൺഗ്രസിന്റെ നയങ്ങളെ രഹസ്യമായി പിന്തുണയ്ക്കുകയാണെന്ന് BJP. KCN വാർത്തകൾ അവസാനിച്ചു. കൂടുതൽ വാർത്തകൾക്കായി ഞങ്ങളുടെ വെബ്സൈറ്റായ www.kasaragod channel.com സന്ദർശിക്കുക. നമസ്കാരം.